നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഈ ഉണ്ണി ഇവിടെ വരാറുള്ളതാ? ആര്? ഉണ്ണി എന്ന് പറഞ്ഞ ആൾ ഇവിടെ വരാറുള്ളതാ? പ്രിൻസിയോ? ഉണ്ണി 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 വരാറുണ്ട്. എന്നും ലൈവില് കുറച്ചു നേരം കാണും ഉണ്ണി. ഉണ്ണി അല്ല, പാട്ട് മിലിറ്ററിയാണ്. പാടുമ്പോ പ്രോത്സാഹനം കാണാനില്ല. വർത്താനം പറയുമ്പോ മതി എന്ന് പറയാൻ ഒരാൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മുടെ ഇഷ്ടല്ലേ, നമ്മുടെ ചാനലല്ലേ. ഇവിടെ വന്ന് കേറി ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തുണ്ട് അവിടുത്തെ ഇടയ്ക്കൊക്കെ വരും. വിശേഷം? ഇടയ്ക്കൊക്കെ മിലിറ്ററിയിലാണ്. ഇങ്ങനെ വന്നിട്ട് കുറച്ച് അധികം ഒന്നും നിക്കൂല, കുറച്ച് നിന്നിട്ട് അങ്ങ് പോകും. ചിരി. ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് നമ്മുടെ ഇഷ്ടല്ലേ. നമ്മൾ സംസാരിക്കണമെന്നല്ല, എന്താ കയറിയിരുന്ന സമയം കൂടുതൽ കയറാൻ പറയൂ ടൈമില്. ഇടയ്ക്കൊക്കെ വരും. അതാ സത്യൻ ചേട്ടൻ വന്നിട്ട് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞത്. അത് പാട്ടിനോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഇടയിൽ ഞാൻ കയറി പറഞ്ഞല്ലോ, സത്യൻ ഇവിടെ വന്ന് സത്യൻ ചേട്ടൻ വന്ന് സത്യൻജി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ അനുകരിച്ച് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ പാട്ടിന്റെ ഇടയിൽ കയറി പറഞ്ഞല്ലോ അല്ലേ. കുറെ ഇങ്ങനെ വേർക്കൊന്നും പിന്നിലുള്ള അറിഞ്ഞൂടാ. കളിയുണ്ട്. കുറെ കളികളാണെന്ന് ഇതൊക്കെ പിന്നില് കുറെ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക തന്നെയാണ്. ആരുടെ? നമുക്ക് അയ്യപ്പന്റെ പാടാം. എന്താ പിന്നിലുള്ള സാധനം? AC ആണോ? അല്ല, നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഗ്ലാസ്. ഗ്ലാസ്. അത് ഒരു AC-യുടെ ഇതുപോലെ കാണാണ്ടേ. ഇല്ല, ഇത് സിറ്റ് ഔട്ടിൽ നമ്മള് ഗ്ലാസ് ഇടത്തില്ലേ, കൈവരി പോലെ. അവിടെ 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 AC റൂമിൽ ഇരിക്കണ മാതിരി തോന്നുന്നുണ്ട് കാണുമ്പോ. AC ഇല്ല, AC വെക്കാറായില്ല. വീട് വെച്ചിട്ട് ഇപ്പൊ ഒരു ഒന്നര വർഷം ആയതേ ഉള്ളൂ വീട് വെച്ചിട്ട്. വീട് പഴയ വീടായിരുന്നു. അപ്പൊ ഇത് നിങ്ങളുടെ അതിന്റെ വീടാ? ഒരു നിങ്ങളുടെ തറവാടാ? അല്ല, പറമ്പ് നിങ്ങളുടെ മേടിച്ചതാ? അതെ അതെ, ഇതല്ല, ഇത് അണ്ണന്. അച്ഛനും അമ്മയും അണ്ണനും ഞാനും കൊച്ചുങ്ങളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിന് അപ്പം എന്ത് ജോലി? ഹസ്ബൻഡ് ഓട്ടോ ഓടുന്ന. ആ അപ്പൊ നമ്മളിപ്പോഴാണ് കുഞ്ഞുങ്ങള് ഒരു വർഷം 1.5 വർഷം ആയതേ ഉള്ളൂ വീട് വെച്ചിട്ട്. പഴയ വീടായിരുന്നു എന്നെ കൊണ്ടുവന്നപ്പം. അപ്പൊ വെച്ചതല്ലേ ഉള്ളു. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്, ബാധ്യതകൾ തോനെയുണ്ട്. വീട്ടിലിപ്പോ കൂടെയുള്ള അച്ഛനമ്മയും കൂടെയുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഹസ്ബൻഡ് അച്ഛൻ, ഞാനിപ്പോ ഹസ്ബൻഡ് വീട്ടിലല്ലേ. ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഞാനും പിന്നെ എന്റെ വീട്ടില് ഞാനും അച്ഛനും അമ്മയും ഒരു ബ്രദറും ഉണ്ട്, ഒരാങ്ങളയുണ്ട്. അപ്പൊ അതങ്ങ് ശരിക്കും പ്രാക്കുളംന്ന് കുണ്ടറയാണ് പറയും. ചിത്രയുടെ വീട്? കുണ്ടറയിലും ഭർത്താവിന്റെ വീട്? അല്ലല്ല അല്ലല്ല, എന്റെ വീട് പ്രാക്കുളം. അതെവിടെയാ? കൊല്ല? ഈ സാമ്പ്രാണിക്കോടി തുരുത്തുന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ഇതുണ്ട്, അറിയോ? ഇല്ല, അറിയില്ല. അങ്ങ് അഞ്ചാലുംമൂട് അറിയും? അഞ്ചാലുംമൂട് എന്നൊക്കെ പറയുന്ന അറിയോ? അഞ്ചലമൂടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അഞ്ചാലുംമൂട്. അത് കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ്. കുറച്ചുകൂടെ പോണം. അവിടെ എന്റെ സ്ഥലം. എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് കുണ്ട്ര, കേരളപുരം അത് കൊണ്ടുവന്നത്. കൊല്ലം ജില്ല തന്നെയാണോ അഞ്ചലമൂട്? കൊല്ലം കൊല്ലം കൊല്ലം, എല്ലാം കൊല്ലം തന്നെ. എല്ലാം കൊല്ലം ജില്ല. കുറച്ച് ഒരു ബസ്സിനാണെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കാം. അല്ലാതെ നമ്മുടെ 2 വീലർ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ ഒരു അപ്പൊ ഈ 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ. കൊല്ലം അഞ്ചലും രണ്ടാ? അല്ലല്ല, കൊല്ലത്ത് തന്നെയുള്ള സ്ഥലമാണ് ഈ അഞ്ചാലുംമൂട് എന്ന് പറയുന്നത്. അഞ്ചൽ ഏതാ? അപ്പൊ കൊല്ലം അഞ്ചൽ എന്ന് പറയൂലോ. അഞ്ചല് കൊല്ലം തന്നെ. അത് അഞ്ചല് വേറൊരു സ്ഥലം, അതും കൊല്ലം തന്നെ. ശരി. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ,
ശബരിഗിരിനാഥ സ്വാമി